നമസ്കാരം. തലയിരിക്കുമ്പോൾ വാലാടേണ്ട എന്നാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിലപാട്. ADGP MR അജിത് കുമാറിനെതിരെ DGPയുടെ അന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണത്തിനും നീക്കം നടത്തിയിരിക്കുകയാണ് DGP. ADGPയുടെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് വിജിലൻസ് അന്വേഷണം. PV അൻവർ MLAയുടെ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണവും വേണമെന്ന് DGP ശുപാർശ ചെയ്തത്. ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറി. വിഷയത്തിൽ മുഖ്യമന്ത്രി വ്യാഴാഴ്ച തീരുമാനമെടുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ADGPക്കെതിരായ ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് നിലപാട് കടുപ്പിക്കുകയാണ് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. അന്വേഷണം വളരെ ഗൗരവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് DGPയുടെ തീരുമാനം. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകമടക്കമുള്ള ആരോപണങ്ങളാണ് DGPയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് DGPയുടെ ആവശ്യം. കൂടാതെ MLAയുടെ പരാതിയിൽ ADGP MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് DGP നോട്ടീസ് നൽകും. നേരിട്ടോ എഴുതി തയ്യാറാക്കിയോ മൊഴി രേഖപ്പെടുത്തുന്നതിനാണ് നിർദ്ദേശമെന്നാണ് വിവരം. ഓണത്തിന് ശേഷമായിരിക്കും നടപടി. ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം തുടങ്ങി PV അൻവർ മൊഴി നൽകിയ 5 കാര്യങ്ങളിലാണ് അന്വേഷണം. അജിത് കുമാറിന്റെ മൊഴി വ്യാഴാഴ്ച DGP രേഖപ്പെടുത്തുമെന്നാണ് വിവരം. ആരോപണങ്ങൾക്ക് മേൽ പ്രത്യേക സമിതി അന്വേഷണം നടത്തുന്നതിനിടെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകിയത്. കഴിഞ്ഞ ദിവസം തൃശൂർ DIG അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് വെളിപ്പെടുത്തലുണ്ട്. ഭാര്യയുടെ ബന്ധുക്കളുടെ പേരിൽ സ്വത്ത് സമ്പാദിക്കൽ, കവടിയാറിലെ ഭൂമി വാങ്ങൽ, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളിൽ നിന്ന് SP സുജിത് ദാസ് മുഖേന സ്വർണം കൈക്കലാക്കി തുടങ്ങിയ ആരോപണങ്ങളാണ് ADGPക്കെതിരെ അൻവർ ഉന്നയിച്ചത്. സാമ്പത്തിക ക്രമക്കേടുകളായതിനാൽ നിലവിൽ കേസന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് ഇടപെടാനാവില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തത്. ബുധനാഴ്ച മുഖ്യമന്ത്രിക്ക് DGP നൽകിയ കത്ത് ഇന്ന് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഇതോടെ ADGPക്കെതിരെ 2 DGPമാരുടെ നേതൃത്വത്തിൽ അന്വേഷണം ഉണ്ടാകും. 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചേക്കും. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന LDF യോഗത്തിൽ ADGPയെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും മുന്നണി കൺവീനറും സ്വീകരിച്ചത്. പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും നടപടി ആവശ്യം ഉയർന്നിട്ടും അജിത് കുമാറിന് രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും. എന്നാൽ DGP തന്നെ കീഴുദ്യോഗസ്ഥനെതിരെ വാളെടുത്ത പശ്ചാത്തലത്തിൽ ADGPയുടെ സ്ഥിതി പരുങ്ങലിലാവും എന്നാണ് റിപ്പോർട്ട്. ADGPയെ രക്ഷിക്കാൻ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം വന്നാൽ ഊരിയ വാള് DGP ഉറയിലിടുമോ എന്ന് കാത്തിരുന്നു കാണാം.